ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസൻ സംസാരിക്കുകയാണ്. അതിലേക്ക് കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകൾ അവിടെ ഇരിപ്പോട്ടെ വേഷം. അതായത് അന്വേഷണ സമിതിയുടെ പരിശോധനകൾ ശരിയായ തരത്തിലല്ല നടന്നതെന്നാണ്. അതെനിക്കറിയില്ല. അത് അവരെന്താണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അവരെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അവർ എന്താണ് ഇത് നമുക്ക് ആ കോപ്പി കിട്ടിയെങ്കിലേ നമുക്കത് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. താങ്കളുടെ വേർഷൻ മുഴുവൻ അവർ കേട്ടിട്ടുണ്ട്? എൻ്റെ വെർഷൻ മൊത്തം കേട്ടിരുന്നു. അതിൽ തൃപ്തിയുണ്ട്? എൻ്റെ വെർഷൻ മുഴുവൻ കേട്ടിരുന്നു. അവർ രണ്ടാമത്തെ ദിവസം അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അതിലൊക്കെ തൃപ്തിയുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അതെന്താണ് അവരുടെ അന്വേഷണ കമ്മീഷൻ, അറ്റ്ലീസ്റ്റ് അത് മീഡിയയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ കാണിക്കണം. എന്താണ് അവർ അന്വേഷണ കമ്മീഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഇനി അതിനകത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനും തയ്യാറാണ്. അതറിയില്ല. അതെന്തായാലും ഇതുപോലെ തന്നെയാണല്ലോ ഓഫീസ് പ്രൊസീജിയറുകൾ. ഇതിനേക്കാളും മന്ദഗതിയിലാണ് നടക്കുന്നത്. അത് ആ ഒരു സ്പീഡ് അത് തന്നെയായിരിക്കും ഇതിൻ്റെയും. കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയതിനു ശേഷം KGMCT അടക്കമുള്ള ആളുകൾ പിന്തുണ അറിയിക്കുക? ഇല്ല, KGMCTയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഇത് കാരണം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പ്രശ്നങ്ങളാണ്. എനിക്കിപ്പോൾ മറ്റാരുടെ സഹായം തന്നെ ഇതിനകത്ത് ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തെളിവ് സഹിതം പറയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ധാർമ്മികതയുണ്ട്. നിയമപരമൊന്നുമില്ല. അവർ ഇപ്പോൾ നടപടി എന്തായാലും നമ്മൾ സ്വീകരിക്കുക. അത് നോക്കാം. അതിനിപ്പോൾ നമ്മൾ നേരിടുക എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ജോലിയല്ല എനിക്ക്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വേറെയാണ്. എനിക്കത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാനുള്ള ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിയമവശങ്ങൾ തേടാനും അതിനകത്ത് വേറെ പോകാനും ഒന്നും ഉള്ള സമയവും ഇല്ല, അതിനുള്ള ആവശ്യവും ഇല്ല. അത് നമുക്ക് വേറെ മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കും. ഡോക്ടർ ഇതൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒരു ശസ്ത്രക്രിയ ഒരു ഡോക്ടർ മുടക്കി എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്നുള്ള തരത്തിലാണ് പറയുന്നത്. താങ്കളെ അപമാനിക്കുമെന്ന്. അതെ, അപ്പം അങ്ങനെ എഴുതിയിട്ടില്ല. അങ്ങനെ മുടങ്ങി അത് മുടക്കി എന്ന് പറയുമ്പോൾ അപ്പൊ അടുത്ത ഈ പറഞ്ഞതുപോലെ അത് നമ്മളത് അവഹേളിക്കുന്നതിന് തുല്യമാണത്. അവർ സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യുന്നില്ല. പിന്നെ നമ്മളെ പ്രതിയാക്കുകയും ചെയ്യുന്നത് അതിനേക്കാളും വലിയ കുറ്റകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവരങ്ങനെയല്ലേ നോക്കുള്ളൂ. അത് നമുക്കിപ്പോൾ നമുക്കെതിരെ എങ്ങനെ അത് ടേൺ ചെയ്യാന്നാണല്ലോ ഒരു വലിയ സിസ്റ്റം നോക്കുന്നത്. നമ്മൾ ഒരു വ്യക്തിയാണ്. ഇത് വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയായാലും ഇതിനെപ്പറ്റി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അവർക്ക് ഒരുപാട് രീതിയിൽ അത് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും നമുക്ക് വിഷയമില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വം ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഡിലേയും അതിൻ്റെ പ്രശ്നങ്ങളുള്ള അതിൻ്റെ കുറ്റവാളികളെ അത് ശരിയായിട്ട് രീതിയിൽ അവരെയാണ് ശിക്ഷിക്കേണ്ടത്. ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണമായിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചു ആരോഗ്യവകുപ്പിൽ നിന്ന്. അതും ആരോഗ്യവകുപ്പിന് അല്ലെങ്കിൽ സർക്കാരിനൊക്കെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തി. മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ അപര്യാപ്തതയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലാണ് അവിടെ ഇടപെടലുണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. ആ കാര്യത്തിൽ വിദഗ്ധ സമിതിയുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഹാരിസ് ഹസൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാണ് അല്ലെങ്കിൽ തെറ്റാണ്. ഉപകരണം ഉണ്ടായിട്ടും ശസ്ത്രക്രിയ മുടക്കി എന്ന ആരോപണം കൂടി, ഗുരുതരമായ ആരോപണം കൂടി തനിക്കെതിരെ ഉന്നയിക്കുന്നു. അതൊരു കുത്തിത്തിരിപ്പ് തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത്. വാദി പ്രതിയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോഴും ഒരു തുടർ നിയമ പോരാട്ടമൊന്നുമല്ല, പക്ഷേ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരത്തിൽ വിശദീകരിക്കും. വിശദമായ മറുപടി താൻ തയ്യാറാക്കി കഴിഞ്ഞു. അത് സ്വന്തം നിലയ്ക്ക് തന്നെ ആ മറുപടി നൽകുമെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറയുകയായിരുന്നു.